ആരാണ് കീഴടങ്ങിയത്? CPI-യോ CPM-ഓ? കേരളത്തിലെ ചർച്ച, രാഷ്ട്രീയ ചർച്ച നാളെ ആ ദിശയിലേക്കാണ് പോവുക. CPI-യുടെ ആവശ്യം എന്തായിരുന്നു? PM ശ്രീ പദ്ധതിയിൽ കരാറിൽ നിന്ന് പിൻവാങ്ങണം. സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് കേന്ദ്ര സർക്കാരുമായി ഒപ്പിട്ട കരാറിൽ നിന്ന് പിൻവാങ്ങണം. സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം മുതൽ അഖിലേന്ത്യാ സെക്രട്ടറി D രാജ വരെ ഈ ആവശ്യം ഉന്നയിച്ചു. D രാജ MA ബേബിയുമായി CPIM അഖിലേന്ത്യാ സെക്രട്ടറിയുമായി കൂടിക്കാഴ്ച നടത്തിയതിനു ശേഷവും ഈ ആവശ്യം ഉറപ്പിച്ച് പറഞ്ഞുകൊണ്ടേയിരുന്നു. D രാജ മുതൽ താഴോട്ടുള്ള എല്ലാ നേതാക്കളും ഈ ആവശ്യം ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരുന്നു. അതിൽ നിന്ന് CPI പുറകോട്ട് പോയോ? എന്താണ് CPM-ന്റെ നിലപാട്? കരാറിൽ നിന്ന് പിൻവാങ്ങാൻ പറ്റില്ല. കരാർ പ്രകാരം സംസ്ഥാനത്തിന് ലഭിക്കേണ്ട ഫണ്ടുണ്ട്, പ്രത്യേകിച്ച് SSA ഫണ്ട് 1500 കോടിയോളം രൂപ. അത് കേരളത്തിന് ലഭിച്ചേ തീരൂ. അത് ലഭിക്കാതിരുന്നാൽ കേരളത്തിന്റെ വികസന പ്രവർത്തനങ്ങളെ അത് ദോഷമായി ബാധിക്കും. വലിയ തുകയാണ് അത്. കേരളത്തിന് കിട്ടേണ്ട അർഹതപ്പെട്ട പണമാണ്. അത് കേന്ദ്ര സർക്കാർ തടഞ്ഞു വെക്കുകയാണ് ചെയ്തത്. അത് ലഭിച്ചേ തീരൂ എന്ന നിലപാട് CPM എടുത്തു. അതിനുവേണ്ടി ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകേണ്ട കാര്യമില്ല എന്ന നിലപാടെടുത്തു. രണ്ടുപേരുടെയും മുഖം രക്ഷിക്കണം. അതിനുള്ള ശ്രമമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്താണ് ഏറ്റവും ഒടുവിലെത്തിയ തീരുമാനം? കേന്ദ്ര സർക്കാരിന് ഒരു കത്തയക്കുന്നു. ആ കത്തിൽ പറയുന്ന പ്രധാനപ്പെട്ട വിഷയം NEP നടപ്പാക്കുമ്പോൾ വ്യവസ്ഥകളിൽ ഇളവ് വേണം എന്നാണ്. കേരളത്തിന്റെ വിദ്യാഭ്യാസ രംഗത്തെ പുരോഗതി കൂടി കണക്കിലെടുത്ത് NEP നടപ്പാക്കുന്നതിൽ ഇളവ് വേണം, വ്യവസ്ഥകളിൽ ഇളവ് വേണം എന്നാണ്. ഏതൊക്കെ വ്യവസ്ഥകളിലാണ് ഇളവ് വേണം എന്നാവശ്യപ്പെട്ടത് എന്ന കാര്യത്തിൽ പൂർണ്ണ വിവരം പുറത്തു വന്നിട്ടില്ല. ലഭിക്കുന്ന വിവരമനുസരിച്ച് ആവശ്യപ്പെടാൻ സാധ്യതയുള്ളത് സിലബസിൽ മാറ്റം വരുത്തില്ല, കേരള സിലബസിൽ തന്നെയായിരിക്കും പഠിപ്പിക്കുക, കേന്ദ്ര സർക്കാരിന്റെ സിലബസ് അനുസരിച്ച് വിദ്യാർത്ഥികളെ പഠിപ്പിക്കില്ല. ഇക്കാര്യത്തിൽ ഇളവ് വേണം എന്നാണ് ആവശ്യപ്പെടാൻ സാധ്യത. സാങ്കേതിക പ്രശ്നങ്ങളുണ്ട്. സ്കൂൾ വിദ്യാഭ്യാസത്തിന്റെ സ്ട്രക്ചറിൽ തന്നെ സമൂലമായ മാറ്റം വരുത്തേണ്ട നിർദ്ദേശങ്ങളുണ്ട്. അത് പൂർണ്ണമായും തള്ളിക്കളയാൻ കേരളത്തിന് മാത്രം കഴിയില്ല. കാരണം കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് കേരളത്തിന് പുറത്ത് ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പ്രവേശനം ലഭിക്കേണ്ടതുണ്ട്. അതനുസരിച്ച് കേരളത്തിലെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിലെ മാറ്റങ്ങൾ, അത് സാങ്കേതികമായ മാറ്റങ്ങൾ കൊണ്ടുവരേണ്ടി വരും. അതല്ലെങ്കിൽ കേരളം ഒറ്റപ്പെട്ടു പോകും, നമ്മുടെ വിദ്യാർത്ഥികൾ പുറന്തള്ളപ്പെട്ടു പോകും എന്നത് വലിയ പ്രശ്നമായി, ഗുരുതര പ്രശ്നമായി നമ്മുടെ മുന്നിലുണ്ട്. പക്ഷെ സിലബസിന്റെ കാര്യത്തിൽ അങ്ങനെയല്ല. സിലബസിന്റെ കാര്യത്തിൽ സംസ്ഥാന സർക്കാർ നേരത്തെ പ്രഖ്യാപിച്ചതാണ് പഠിപ്പിക്കില്ല എന്ന്. ഉദാഹരണ സഹിതമാണ് നേരത്തെ CPM നേതാക്കൾ പറഞ്ഞത്. PM ഉഷ പദ്ധതി കേരളത്തിൽ നടപ്പാക്കി. പക്ഷേ കേരളത്തിൽ നടപ്പാക്കിയപ്പോൾ സംസ്ഥാന ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് നിശ്ചയിച്ച കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് പാഠ്യപദ്ധതി തയ്യാറാക്കിയത്. കേന്ദ്ര സർക്കാർ നിർദ്ദേശിച്ച ഒന്നും നടപ്പാക്കിയില്ല എന്ന് വ്യക്തമായും പറഞ്ഞിട്ടുണ്ട്. PM ഉഷ പദ്ധതിയുടെ നടത്തിപ്പ് സംബന്ധിച്ച് ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയും അതോടൊപ്പം തന്നെ CPM നേതാക്കളും. അതേ മാതൃകയാണ് സ്കൂൾ പാഠ്യപദ്ധതിയിലും ഉൾപ്പെടുത്തുക എന്നാണ് പറഞ്ഞത്. അത് പ്രാവർത്തികമാക്കുകയും ചെയ്തിരുന്നു. കേരളത്തിൽ NCERT സിലബസ് അനുസരിച്ച്, ദേശീയ പാഠ്യപദ്ധതി അനുസരിച്ച് പുസ്തകം നിർമ്മിക്കണം എന്ന് ആവശ്യപ്പെട്ടപ്പോൾ ദേശീയ പാഠ്യപദ്ധതിയിൽ നിന്ന് ഒഴിവാക്കിയ കാര്യങ്ങളുണ്ട്. മുഗളന്മാരുടെ ചരിത്രം, അതോടൊപ്പം തന്നെ ഗാന്ധിവധം തുടങ്ങിയ കാര്യങ്ങൾ, ഗവർണറുടെ അധികാരം, മാർപ്പള കലാപം എന്നിവയെക്കുറിച്ചുള്ള പാഠഭാഗങ്ങൾ ഒഴിവാക്കണം എന്ന നിർദ്ദേശമാണ് കേന്ദ്ര സർക്കാർ നൽകിയത്. അത്തരം പാഠപുസ്തകമാണ് നൽകിയത് കേരളത്തിലേക്ക്. എന്നാൽ അതിനോടൊപ്പം തന്നെ ഇതുകൂടി പഠിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് പ്രത്യേക പാഠപുസ്തകം തയ്യാറാക്കി വിദ്യാർത്ഥികൾക്ക് വിതരണം ചെയ്ത സർക്കാരാണ് കേരളത്തിൽ. നേരത്തെ തന്നെ ഇത്തരം നടപടികൾ സംസ്ഥാനം നടപ്പാക്കിയിരുന്നു. അത് തുടരുക തന്നെ ചെയ്യും എന്ന് വിദ്യാഭ്യാസ മന്ത്രി പ്രഖ്യാപിച്ചിരുന്നു. ആ ഒരു സാഹചര്യത്തിലാണ് വീണ്ടും കേന്ദ്രത്തിന് കത്തയക്കുന്നത് ഇളവ് നൽകണം എന്നാവശ്യപ്പെട്ട്. ആരുടെ മുഖം രക്ഷിക്കാൻ? CPI-യുടെ മുഖം രക്ഷിക്കാൻ തന്നെ. എങ്ങനെയെങ്കിലും CPI-ക്ക് ഈ വിവാദത്തിൽ നിന്ന് ഒന്ന് പിന്നോട്ട് മാറണം. കാരണം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നു. സീറ്റ് വിഭജന ചർച്ച താഴെത്തട്ടിൽ നടക്കുകയാണ്. സഹകരിക്കാൻ വേണ്ടി നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് CPI. എങ്കിലും CPM സീറ്റ് വിഭജന ചർച്ച ആരംഭിച്ചിട്ടില്ല. തീരുമാനമാകട്ടെ, അതിനുശേഷം ചർച്ച മതി എന്നാണ് CPM കീഴ്ഘടകങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. എന്തുകൊണ്ട്? നാളെ CPI മുന്നണി വിട്ട് പുറത്തു പോവുകയാണെങ്കിലോ? ഇപ്പോൾ മുന്നണിയോടൊപ്പം നിന്ന് മത്സരിച്ച് ജയിച്ച കൗൺസിലർമാർ മറുപുറം ചാടിയാൽ ഭരണം തന്നെ നഷ്ടപ്പെട്ടു പോകും, പല കോർപ്പറേഷനുകളും നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് ഇതിലൊരു തീരുമാനമായിട്ട് മതി ചർച്ച എന്നാണ് കീഴ്ഘടകങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. പക്ഷേ CPI
കീഴ്ഘടകങ്ങൾക്ക് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. സീറ്റ് വിഭജന ചർച്ചയുമായി മുന്നോട്ട് പോകണം, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ LDF എന്ന നിലയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന നിർദ്ദേശമൊക്കെ കൊടുത്തിട്ടുണ്ട്. എങ്കിലും CPM അതിന് വഴങ്ങിയിട്ടില്ല. അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഈ വിവാദത്തിൽ നിന്ന് ഒന്ന് പുറത്തേക്ക് കടക്കണം. CPIക്ക് ഒരു മുഖം രക്ഷിക്കൽ തീരുമാനമുണ്ടാകണം. അതിനുവേണ്ടിയുള്ള ശ്രമങ്ങളാണ് നടത്തുന്നത്. അതിന്റെ ഭാഗമാണ് കേന്ദ്ര സർക്കാരിന് കത്തയക്കുന്നത്. ആരാണ് കീഴടങ്ങിയത് എന്ന് പ്രേക്ഷകർക്ക് തീരുമാനിക്കാം. കരാറിൽ നിന്ന് പുറകോട്ട് പോവില്ല എന്ന CPM നിലപാട് അവിടുത്തെ നിൽക്കുന്നു. കരാറിൽ നിന്ന് പുറകോട്ട് പോകണമെന്ന CPIയുടെ നിലപാടുണ്ട്. അതിൽ നിന്ന് അവർ അല്പം പുറകോട്ട് മാറിയിട്ടുണ്ട്. പക്ഷേ കരാർ പ്രകാരം പാഠ്യപദ്ധതി വേഗത്തിൽ ആരംഭിക്കില്ല. NEP കേരളത്തിൽ നടപ്പാക്കുന്നത് മരവിപ്പിച്ച് നിർത്തണം എന്ന ആവശ്യം മുന്നോട്ട് വെച്ചിരുന്നു CPI. അത് ഒരു പരിധിവരെ അംഗീകരിച്ചിട്ടുണ്ട് CPM. അതുകൊണ്ട് രണ്ട് വിഭാഗത്തിനും മുഖം രക്ഷിക്കാൻ കഴിയുന്ന, പറയാൻ കഴിയുന്ന കാര്യങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ട് ഈ സമവായ ചർച്ചയിൽ എന്നാണ് അറിയുന്നത്.